വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOS സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള അക്കൗണ്ടൻസി സബ്ജക്റ്റിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ്, ലെഡ്ജർ ബുക്കിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ പ്രീവിയസ് ലെസണിൽ നമ്മൾ ജേർണലിനെ കുറിച്ചും അതുപോലെ തന്നെ സ്പെഷ്യൽ ജേർണൽസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ലെഡ്ജർ ബുക്കിന്റെ ക്രിയേഷനും ലെഡ്ജർ ബുക്കിലോട്ട് നമ്മൾ എങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലെഡ്ജർ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾക്ക് അതിനു മുമ്പ് നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ? അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു എന്ത്? റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? ജേർണലിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ക്ലാസിഫൈങ്. നമ്മളിനി ക്ലാസിഫൈ ചെയ്യണം എല്ലാ ട്രാൻസാക്ഷനുകളെയും. അപ്പൊ അതാണ് നമ്മൾ ഇനി ലെഡ്ജറിലൂടെ നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ലെഡ്ജറിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. ലെഡ്ജർ എന്ന് പറയുന്ന സംവിധാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷനുകളെ നമ്മൾ ഒരേ അക്കൗണ്ടിന്റെ കീഴിൽ കൊണ്ടുവരികയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലെഡ്ജറിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരേ സ്വഭാവമുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും നമുക്ക് ലെഡ്ജറിൽ വന്ന് നടപ്പുണ്ടാവും അല്ലെ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു ക്യാഷ് വരുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസ് നമുക്ക് ഇന്നുണ്ട് ലെഡ്ജറിൽ നമുക്ക് നോർമലി കാണാറുണ്ട് അല്ലെ. ക്യാഷ് വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ക്യാഷിന് പർച്ചേസ് ചെയ്താണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് വന്നിട്ടുണ്ടാവും, ക്യാഷിന് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുക, അതിലും ക്യാഷിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ക്യാഷിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പ്രത്യേക ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ കീഴിൽ രേഖപ്പെടുത്തുകയാണ്. അതായത് ക്യാഷ് അക്കൗണ്ട് എന്നുള്ള രൂപത്തിൽ ഒരു അക്കൗണ്ട് തയ്യാറാക്കിയിട്ട് അതിന്റെ കീഴിൽ എന്ത് ചെയ്യാണ്? ആ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് മാത്രം എന്ത് ചെയ്യാണ്? ആ കാര്യങ്ങൾ ആഡ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന, അതായത് നമ്മൾ ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസിനെ ഒരേ അക്കൗണ്ടിന്റെ കീഴിൽ കൊണ്ടുവരുന്ന സംവിധാനമാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്? നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈങ് എന്നുള്ള രൂപത്തിൽ വിളിക്കാൻ കാരണം. ഓക്കെ, അപ്പോ ഇനി നോർമൽ കേസിൽ ലെഡ്ജർ എന്ന് പറയുന്നത് ലെഡ്ജർ ഈസ് എ ബോൺ ബുക്ക് വിത്ത് പേജസ് കോൺസിക്യൂട്ടീവ്ലി നമ്പേഴ്സ്. ഇറ്റ് മേ ബി ആൾസോ ബി എ ബണ്ടിൽ ഓഫ് ഷീറ്റ്സ് എന്നാണ്. ഇത് ചിലപ്പോൾ കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ബുക്ക് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റിന്റെ ഒരു അറ്റൊക്കെ ആവാം. അതായത് സംഭവം അത് ഏത് രൂപത്തിലും ആവാം, അതിന്റെ ഉള്ളടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ഇവിടെ പ്രധാനം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർമാറ്റ് ഓഫ് ലെഡ്ജർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ലെഡ്ജറിന്റെ ഫോർമാറ്റ്. നമ്മൾ ജേർണലിലെ ഫോർമാറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇനി ലെഡ്ജറിന്റെ ഫോർമാറ്റ് ആണ്. ജേർണലിന്റെ ഫോർമാറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി കോളംസ് ഒക്കെ അധികം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈറ്റിൽ ഓഫ് എൻ അക്കൗണ്ട്, നമ്മൾ എന്ത് അക്കൗണ്ട് ആണോ നമ്മൾ തയ്യാറാക്കുന്നത് ആ അക്കൗണ്ടിന്റെ പേരായിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഇത് ക്യാഷ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതും, ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡേറ്റ്, നമ്മൾ ഡേറ്റ് നടന്നിട്ടുള്ള ആ ഡേറ്റിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്, അതായത് ആ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ള ഡേറ്റും കാര്യങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പർട്ടിക്കുലേഴ്സിൽ നമ്മൾ അഫക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു അക്കൗണ്ടാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജേർണൽ ഫോളിയോ, ജേർണൽ എവിടെയാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻ എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ആ ഒരു ഡെബിറ്റ് അമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി ക്രെഡിറ്റ് ആസ്പെക്റ്റുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ആ ക്രെഡിറ്റ് ആസ്പെക്ട് എന്താണോ അത് ഇവിടെ എഴുതുന്നു, ക്രെഡിറ്റ് അമൗണ്ട് എന്തായിരുന്നു അത് ഇവിടെ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ലെഡ്ജർ അക്കൗണ്ടിന്റെ പ്രത്യേകതകൾ ഒന്ന് ചെറുതായിട്ട് ഇവിടെ പറയുന്നുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് പോവാം. ഇമ്പോർട്ടൻസ് ഓഫ് ഓർ യൂട്ടിലിറ്റി ഓഫ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് നോളജ് ഓഫ് ബിസിനസ് റിസൾട്ട് എന്നാണ്. അതായത് ബിസിനസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ലെഡ്ജർ സെപ്പറേറ്റ് എല്ലാ അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഓരോന്നിന്റെയും ഈ റവന്യൂവിന്റെ കറക്റ്റ് ബാലൻസ് നമുക്ക് കിട്ടുന്നു, എക്സ്പെൻസിന്റെ കറക്റ്റ് ബാലൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് നോളജ് ഓഫ് ബുക്സ് ഓഫ് വാല്യൂ, ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് എന്നാണ്. അതായത് നമുക്ക് അസറ്റിന്റെ ബുക്ക് വാല്യൂ അറിയാൻ സാധിക്കും. കാരണം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ലെഡ്ജർ സെപ്പറേറ്റ് എല്ലാ അക്കൗണ്ടുകളും എല്ലാ അസറ്റുകളും സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. യൂസ്ഫുൾ ഫോർ മാനേജ്മെന്റ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനമാണ്. നോളജ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഇൻസ്റ്റന്റ് ഇൻഫർമേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ലെഡ്ജേഴ്സ് ആണ്. നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ലെഡ്ജേഴ്സ് ഉണ്ട്. അസറ്റ് ലെഡ്ജർ, ലയബിലിറ്റി ലെഡ്ജർ, റവന്യൂ ലെഡ്ജർ, എക്സ്പെൻസ് ലെഡ്ജർ, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ലെഡ്ജർ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ, ജനറൽ ലെഡ്ജർ. ഓക്കെ, ഇതൊക്കെ ആ ഒരു
ഇപ്പൊ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്തുണ്ടായിരിക്കുക അതിലുണ്ടായിരിക്കുക. അതായത് ഓരോ ക്രെഡിറ്റേഴ്സിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ആ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചെറിയൊരു പ്രോബ്ലം നോക്കാം. ആ പ്രോബ്ലം എങ്ങനെയാണ് അതിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ട് ആസ്പെക്ട് ഉണ്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ പോസ്റ്റിങ്ങിന്റെ ഭാഗത്തിൽ, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ നമുക്ക് ജേർണൽ എൻട്രി നമ്മുടെ കയ്യിലുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണൽ എൻട്രി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യണം. ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ലെഡ്ജറിന്റെ ഫോർമാറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ, ലെഡ്ജറിന്റെ ഫോർമാറ്റ് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണേ, ഞാൻ തയ്യാറാക്കുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ക്യാഷിന്റെ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ആസ്പെക്ട് അതിൽ വരില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ തയ്യാറാക്കുന്ന നമ്മളുടെ അക്കൗണ്ടിന്റെ പേര് എന്താണോ ആ അക്കൗണ്ടിന്റെ സെയിം പേര് വെച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ത് വരില്ല, നമ്മുടെ ആ ലെഡ്ജറിന്റെ ഉള്ളിൽ സെയിം ആസ്പെക്ട് ഉള്ള മറ്റൊരു എൻട്രി വരില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അവിടെ എഴുതേണ്ടത് അതർ ആസ്പെക്റ്റുകളാണ്. ഓക്കെ, അതർ ആസ്പെക്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അതിൽ എന്ത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ജേർണൽ എൻട്രീസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ലെഡ്ജറിലോട്ട് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ, കൊമേഴ്സ്യൽ ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ഇതില് നമുക്കറിയാം ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഞാൻ അവിടെ ജസ്റ്റ് താൽക്കാലികമായിട്ടൊന്ന് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഇത് ക്യാഷ് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കാം, ഇത് ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ആണ്, ഡെബിറ്റ് സൈഡ് അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ലെഡ്ജറാണെന്ന് വിചാരിക്കുക. നമുക്ക് അതിന്റെ ഫോർമാറ്റ് അതുപോലെ തന്നെ നമുക്ക് നോക്കാം അതിനു മുമ്പ്. ഓക്കെ, ഇപ്പൊ ഇത് ക്യാഷ് അക്കൗണ്ട് ആണ്. ഇപ്പൊ ഇതില് ഈ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതാണ് നമ്മുടെ ജേർണൽ എൻട്രി. ഇതിന് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. കാരണം ഫസ്റ്റ് ഒരു ക്യാഷ് അക്കൗണ്ട് ആണ് നമ്മൾ കണ്ടത്. സോ നമ്മൾ ആദ്യം തന്നെ ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര ആസ്പെക്റ്റുകളുണ്ടോ അതിനൊക്കെ ഓരോ അക്കൗണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിൽ ഇനിയിപ്പോൾ സിംഗിൾ എൻട്രി മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ക്യാഷ് അക്കൗണ്ട് എഴുതി കഴിഞ്ഞു ശേഷം ഇനി നമ്മൾ ഇതിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒരിക്കലും ഇനി എന്ത് ചെയ്യരുത്, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, ഇതിന്റെ ഡെബിറ്റ് സൈഡിൽ പോയിട്ട് അമൗണ്ട് എഴുതി വെക്കരുത്. കാരണം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ക്യാഷ് അക്കൗണ്ട് ഒരിക്കലും ഇനി ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രി അതിൽ ലെഡ്ജറിൽ വരില്ല. നമ്മൾ അതിന്റെ അതർ ആസ്പെക്ട് ആണ് നമ്മൾ എഴുതേണ്ടത്. അത് ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും നമ്മൾ അതർ ആസ്പെക്റ്റിലാണ് ഇതിൽ എഴുതേണ്ടത്. സോ ഈ ക്യാഷ് അക്കൗണ്ടിന്റെ അതർ ആസ്പെക്ട് ആണ് എന്ത് ഇതിൽ ഈ എൻട്രിയില് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഇതിന്റെ അതർ ആസ്പെക്ട്. സോ അപ്പൊ എന്താണ്, നമ്മൾ ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ ഈ ക്യാഷ് അക്കൗണ്ടിന്റെ താഴെ എഴുതേണ്ടത് നമുക്ക് മനസ്സിലായി, ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്നുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡെബിറ്റ് സൈഡിൽ എഴുതണോ ക്രെഡിറ്റ് സൈഡിൽ എഴുതണോ എന്നുള്ളതായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ അത് നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ക്യാഷിന് അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടിൽ ആ അക്കൗണ്ടിന്റെ ആസ്പെക്ടിന് ഇവിടെ എന്ത് ബാലൻസ് ആണോ എന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് ക്യാഷ് ആണ് അല്ലെ, ക്യാഷ് അക്കൗണ്ട് ആണ്. സോ ക്യാഷ് അക്കൗണ്ട് ഇവിടെ എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഡെബിറ്റ് സൈഡ് എടുക്കുക, അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, അതർ ആസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അമൗണ്ട് എൻ്റർ ചെയ്യുന്നു. ആ രൂപത്തിലാണ് നമ്മൾ ഇത് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, തൊട്ട് താഴെ എന്താണ്, ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്ന് വിചാരിക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്കത് നമ്മൾ ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരിക്കലും നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ അക്കൗണ്ടിന് അതിന്റെ താഴെ വരില്ല, അതർ ആസ്പെക്ട് ആയിരിക്കും ഇതിന്റെ വരിക. സ്വാഭാവികമായിട്ട് ഇവിടെ അതർ ആസ്പെക്ട് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് അല്ലേ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഇതിന്റെ ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ രേഖപ്പെടുത്തി വെക്കേണ്ടി വരിക? യെസ്, എവിടെയാണ്, ക്രെഡിറ്റ് സൈഡിലാണല്ലേ. കാരണം എന്താണ്, ക്യാപിറ്റലിന് ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബൈ ക്യാഷ് എന്നുള്ള രൂപത്തിൽ എഴുതി വെക്കുന്നു. ബൈ ക്യാഷ് അക്കൗണ്ട് അമൗണ്ട് കോളത്തിൽ നമ്മൾ അമൗണ്ട് എഴുതുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇനി ബാങ്ക് അക്കൗണ്ട് എപ്റ്റോട്ട് ക്യാഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ബാങ്കിന്റെ അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ബാങ്ക് അക്കൗണ്ടിലെ കീഴില്
ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കും? ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഓൾറെഡി ഒരു ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് അക്കൗണ്ടിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്ത് വെക്കണ്ടേ? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ല, അവിടെ ക്രെഡിറ്റ് ബാലൻസ് അല്ല. സോ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എടുക്കുന്നു. ക്രെഡിറ്റ് സൈഡ് എടുത്തിട്ട് എന്താണ്? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ എമൗണ്ട് ഇവിടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ എൻട്രികളൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫർണിച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫർണിച്ചറിന്റെ അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് ഫർണിച്ചർ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് താഴെ ഫർണിച്ചറിന്റെ ഡെബിറ്റ് ബാലൻസ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ക്യാഷിന് എന്ത് ചെയ്യാണ്? ഫർണിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടല്ലോ, ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. ഇവിടെ എന്താണ്? ക്യാഷ് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ അമൗണ്ട് കാണിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ എൻട്രീസ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിന്റെ ആൻസർ ഒന്ന് കാണിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടോ, ക്യാപിറ്റൽ അക്കൗണ്ട് ഫസ്റ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. കാരണം എന്തായിരുന്നു? അവിടെ ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു അല്ലേ? ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഈ ഫോർമാറ്റിലാണോ നമ്മൾ ഡേറ്റ് കൊടുക്കേണ്ടി വരും. പാർട്ടിക്കുലേഴ്സ് അമൗണ്ട് ഈ രൂപത്തിൽ തന്നെ നമ്മുടെ ഫോർമാറ്റ് വരയ്ക്ക ശേഷം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫർണിച്ചർ കാണിച്ചു അല്ലേ? ഫർണിച്ചർ എന്താണ്? 5000 നമ്മൾ എന്താണ് ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം എന്തായിരുന്നു? ക്യാഷിനോട് ക്രെഡിറ്റ് ബാലൻസ് ആണ്, റൈറ്റ്? ആ രൂപ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് ക്യാഷ് എവിടെയാണ്? കാരണം ക്രെഡിറ്റ് സൈഡിലാണ് ഈ ക്യാഷ് ഇത് കിടക്കുന്നത്. കാരണം എന്തായിരുന്നു? ക്യാപിറ്റലിന് അവിടെ ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു. ഓക്കെ, ഇനി ബാങ്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ബാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ബാങ്കിന് എന്തായിരുന്നു? ബാങ്ക് ഇവിടെ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്നുണ്ടോ ക്യാഷ് അക്കൗണ്ട്? എന്തായാലും കാരണം എന്തായിരുന്നു? ബാങ്ക് അക്കൗണ്ടിൽ ബാങ്കിന് അവിടെ ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു, റൈറ്റ്? അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലെഡ്ജറിൽ നമ്മൾ പോസ്റ്റിംഗ് നടത്തുന്നത്. ഇനി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പ്രധാന കാര്യമാണ് എന്ത്? ബാലൻസിങ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം. നമ്മൾ എന്ത് ചെയ്യണം? ഈ എല്ലാ അക്കൗണ്ടുകളും നമ്മൾ ബാലൻസ് ചെയ്യണം. കണ്ടോ, ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. ഓക്കെ, അപ്പോൾ ബാലൻസിങ് എന്ന് പറയുന്നത് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ലെഡ്ജറിൽ നമ്മൾ എൻട്രീസ് ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഡെബിറ്റിന്റെയും ടോട്ടൽ ക്രെഡിറ്റിന്റെയും വ്യത്യാസം എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇത് ബാലൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ എത്രത്തോളം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അതിൽ നമ്മളെ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൽ നമുക്ക് ഇനി അമൗണ്ട് എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ബാലൻസിങ് എന്ന് പറയുന്ന സംവിധാനം. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഇതിന് രണ്ട് അമൗണ്ട് കോളം ഉണ്ടല്ലോ നമ്മുടെ ലെഡ്ജറിന് അല്ലേ? നമ്മളെ ലെഡ്ജറിന് എന്തുണ്ട്? 2 അമൗണ്ട് കോളംസ് ഉണ്ട് അല്ലേ? ഈ 2 അമൗണ്ട് കോളം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ റഫ് ആയിട്ട് ഒന്ന് ടോട്ടൽ ചെയ്യും. രണ്ടും നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കും. എന്നിട്ട് അതിന് എവിടെയാണ് ഏത് സൈഡാണ് കൂടുതൽ അമൗണ്ട് ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യും? നമ്മൾ ചെക്ക് ചെയ്യും. ഏത് അമൗണ്ട് സൈഡാണ് കൂടുതൽ ഉള്ളത് നോക്കും. ആ കൂടുതലുള്ള അമൗണ്ടിന് എന്ത് ചെയ്യും? നമ്മൾ 2 സൈഡിൽ രേഖപ്പെടുത്തി കൊടുക്കും. എങ്ങനെയാണെന്ന് മനസ്സിലായോ? കൺഫ്യൂസ്ഡ് ആയോ? അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? 2 സൈഡിൽ 2 അമൗണ്ട് കോളം ഉണ്ടല്ലോ നമുക്ക്. ക്രെഡിറ്റ് സൈഡ് അമൗണ്ട് ഉണ്ട്, ഡെബിറ്റ് അമൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് അമൗണ്ട് ഉണ്ട്. ഈ 2 സൈഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ടോട്ടൽ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു 50,000 കിട്ടി. ഇവിടെ നമുക്ക് ടോട്ടൽ ചെയ്തപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഇവിടെ നമുക്ക് ടോട്ടൽ ചെയ്തപ്പോൾ 50,000 രൂപ കിട്ടി. ഇവിടെ നമുക്ക് ടോട്ടൽ ചെയ്തപ്പോൾ 80,000 രൂപയും കിട്ടിയെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു 50,000 ആണ്, ഇവിടെ 80,000 ആണ്. അപ്പോൾ ഇനി നമുക്ക് 2 ടോട്ടൽ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വലിയ സംഖ്യ ഏതാണോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2ന്റെയും ടോട്ടൽ ആക്കിയിട്ട് എഴുതുന്നു. 2 സൈഡിന്റെയും ടോട്ടൽ ആക്കിയിട്ട് നമ്മൾ വലിയ സംഖ്യ എഴുതുന്നു. സോ എന്നാൽ ഇവിടെയാണ് 80,000 കിട്ടിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2 അമൗണ്ട് കോളത്തിന്റെയും താഴെ നമ്മൾ എന്ത് ചെയ്യാണ്? 80,000 എഴുതി കൊടുക്കുകയാണ്. ഇവിടെ 50,000 ഉള്ളൂ. ഓക്കെ, അപ്പൊ പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യാണ്? ടോട്ടൽ വലിയ സംഖ്യ നമ്മൾ എന്ത് ചെയ്യും? താഴെ അവിടെ 80,000 അല്ലെങ്കിൽ വലിയ അമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2ന്റെയും ടോട്ടൽ ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പൊ ഇതിൽ ഏതൊരു സൈഡിൽ കുറവുണ്ടാവല്ലോ. അതായത് ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞ സ്ഥിതിക്ക് ഈ സൈഡിലാണ് എന്തുള്ളത്? കുറവുള്ളത്. ആ കുറവുള്ള അമൗണ്ട് നമ്മൾ തൊട്ട് മുകളിൽ എന്ത് ചെയ്യാണ്? എത്രയാണോ അമൗണ്ട് ഉള്ളത് അതിവിടെ ബാക്കിയായിട്ട് കാണിക്കുന്നു. ഇതാണ് നമ്മളുടെ ആ ഒരു ബാലൻസ് ആയിട്ട് ഉണ്ടായിരിക്കുക. അതായത് കുറവുള്ള അമൗണ്ട് മീൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ടോട്ടൽ എഴുതി ഇല്ലേ? ഈ ടോട്ടൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള ടോട്ടലിന് എന്ത് ചെയ്യാണ്? മുകളിലുള്ള സംഖ്യ എന്നൊക്കെ മൈനസ് ചെയ്ത് കളിയാണ് ചെയ്യാം. ഓക്കെ, അതായത് ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ 2 സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്തു. ശേഷം എന്ത് ചെയ്യാണ്? വലിയ സംഖ്യ 2 സൈഡിലോട്ട് എടുത്ത് എഴുതി. ഇപ്പോൾ ഈ ഒരു സൈഡ് എന്താണ്? ഓൾറെഡി 80,000 ഈക്വൽ ആണല്ലോ. ഇവിടെ ശരിക്കും ഈക്വൽ ആയിരിക്കില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സംഖ്യയിൽ നിന്ന് മുകളിൽ എഴുതിയിട്ടുള്ള എല്ലാ സംഖ്യ എന്ത് ചെയ്യാണ്? മൈനസ് ചെയ്ത് നോക്കാം. ഇവിടെ ടോട്ടൽ എഴുതിയിട്ട് ഫുൾ മൈനസ് ചെയ്ത്, കാരണം എന്ത് ചെയ്യാണ്? ഇവിടെ ടാലി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 2നെ മൈനസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്ത്? നമുക്ക് ബാലൻസ് ആയിട്ടുള്ള അമൗണ്ട് കിട്ടും. അത് നമ്മൾ താഴോട്ട് ഇങ്ങോട്ട് എഴുതി കൊടുക്കും. ഓക്കെ,
താഴോട്ട് ഇങ്ങനെ ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ബാലൻസ് സി ബാർ ഡി എന്ന് എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അമൗണ്ടിനെ കാണിക്കുക. ബാലൻസ് സി ബാർ ഡി എന്ന് പറഞ്ഞാൽ ബാലൻസ് ക്യാരിഡ് ഓൺ, നമ്മൾ എന്ത് ചെയ്യണം അടുത്ത വർഷത്തോട്ട് കൊണ്ടുപോകുന്ന അമൗണ്ട് മീൻസ് ഇതിൽ ബാലൻസ് ഉള്ള അമൗണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് വർഷത്തിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ അമൗണ്ടിൽ തന്നെ ബാലൻസ് ബി ബാർ ഡി എന്ന് പറഞ്ഞ് കാണിക്കുന്നു. എന്താണ് ബാലൻസ് ബ്രോഡ് ഡൗൺ കൊണ്ടുവന്നിട്ടുള്ള അമൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് സി ബാർ ഡി നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്, ബാലൻസ് ബി ബാർ ഡി ആണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എന്നും പറയുന്നത്. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുന്നതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്. നമ്മൾ ജസ്റ്റ് ലെഡ്ജർ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഇതിനും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മളുടെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള നോട്ടുകളും അതിൻ്റെ ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ MCQ ടൈപ്പ് ആയിക്കോട്ടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ടൈപ്പുകളെല്ലാം നമ്മളുടെ നാഷണൽ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ നാഷണൽ അക്കാഡമി ടീമുമായിട്ട് ബന്ധപ്പെടുക, താഴെ നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.